തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ പൂരം അവലോകന യോഗം രാമനിലയത്തിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, വി എൻ വാസവൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വിവിധ വകുപ്പ് മേധാവികൾ പങ്കെടുത്തു. ഇത്തവണത്തെ തൃശൂർ പൂരം കളറാകുമെന്ന് യോഗശേഷം മന്ത്രി കെ രാജൻ പറഞ്ഞു. തൃശൂർ പൂരം ഭംഗിയായി നടത്തുന്നതിന് സംസ്ഥാന സർക്കാരും ദേവസ്വവും തൃശൂർ കോർപ്പറേഷനും ചേർന്ന ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. സുരക്ഷയ്ക്കായി 4000 പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്തവണ നിയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജാതി മത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചിഹ്നങ്ങളോ കൊടികളോ ലഘുലഘുകളോ പൂരവേദിയിൽ അനുവദിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ പൂരത്തിന്റെ വിജയത്തിനായി 4000-ഓളം പോലീസുകാരെ വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ WPC ഉൾപ്പെടെ ആവശ്യത്തിന് ഉറപ്പാക്കിക്കൊണ്ടാണ്, അതിൽ വിശേഷിച്ച് പരിചയസമ്പന്നരായ പോലീസുകാരെയാണ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം വിന്യസിക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. രാത്രി പൂരങ്ങളുടെ എഴുന്നള്ളിപ്പുകൾക്ക് ശേഷം മാത്രമായിരിക്കും ബാരിക്കേഡ് കെട്ടിയുള്ള നിയന്ത്രണം ഉണ്ടാവുകയെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. മുൻകരുതൽ എന്ന നിലയിൽ 66 ആംബുലൻസുകൾ വിവിധ സ്ഥലങ്ങളിൽ വിന്യസിക്കും. DMOയുടെ സർട്ടിഫിക്കറ്റ് പതിപ്പിച്ച ആംബുലൻസുകൾക്ക് മാത്രമേ നഗരത്തിലേക്ക് പ്രവേശനമുണ്ടാകൂ. മുൻഗണനാക്രമത്തിൽ DTPCയിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന 125 വിനോദസഞ്ചാരികൾക്ക് മാത്രമായിരിക്കും VIP ഗാലറിയിൽ ഇരുന്ന് പൂരം കാണാൻ സൗകര്യം ലഭിക്കുകയുള്ളൂ. 18 ലക്ഷത്തോളം പേർ ഇത്തവണ പൂരം കാണാൻ എത്തുമെന്നാണ് കണക്കുകൂട്ടലെന്നും കെ രാജൻ പറഞ്ഞു. രാത്രി പൂരവുമായി ബന്ധപ്പെട്ട് 11 മണിക്ക് ശേഷം പാറമേക്കാവിലിന്റെയും തിരുവമ്പാടിയുടെയും എഴുന്നള്ളിപ്പുകൾ ഏതെങ്കിലും വിധത്തിലുള്ള ബാരിക്കേഡ് തടസ്സങ്ങൾ ഉണ്ടാകേണ്ടതില്ല എന്ന് ഇത്തവണത്തെ പൂരത്തിന്റെ പ്രത്യേകതയായിട്ട് പൊതുവിൽ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റത്തിന്റെ നേരത്ത് നിൽക്കുന്ന ജനത്തിന്റെ എണ്ണം എടുക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതുകൊണ്ട് സ്ക്വയർ ഫീറ്റ് നോക്കാതെ ജനം നിന്നാൽ 18+ ആകും. ആ വിധത്തിൽ നമുക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി കഴിയും. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിരവധി അവലോകന യോഗങ്ങൾ ഇതുവരെ നടത്തിയിട്ടുണ്ട്. പരമാവധി മുന്നൊരുക്കത്തോടെ കുറ്റമറ്റ രീതിയിലായിരിക്കും ഇത്തവണത്തെ തൃശൂർ പൂരം നടത്തുകയെന്ന് മന്ത്രി ആർ ബിന്ദുവും കൂട്ടിച്ചേർത്തു. അങ്ങനെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉൾപ്പെടെ നിലനിന്നിരുന്ന അന്തരീക്ഷത്തിൽ നിന്ന് വളരെ തെളിമയാർന്ന പരസ്പരം എല്ലാവരും ധാരണയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അമൃത ന്യൂസ്, തൃശൂർ.